ടിപ്സ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബൊഗൈൻവില്ലയിൽ ഒരേ ചെടിയിൽ തന്നെ പല കളറിലുള്ള പൂക്കൾ ഗ്രാഫ്റ്റ് ചെയ്ത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. തായ്തടിയിൽ തന്നെ ഒരു ഭാഗത്ത് മൾട്ടിഗ്രാഫ് ചെയ്യുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു. ഇന്ന് പല കമ്പുകളിൽ ഓരോ കളറുകളും വെവ്വേറെ പിടിപ്പിക്കുന്നതാണ് കാണിക്കുന്നത്. ഇതിലാണ് ഞാൻ മൾട്ടിഗ്രാഫ് ചെയ്യുന്നത്. ഇതിൽ 3-4-5 ബ്രാഞ്ചുകളുണ്ട്. അതിലോരോന്നിലുമാണ് പല കളറിലുള്ള കമ്പുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്നത്. ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനായി നല്ല മൂർച്ചയുള്ള കത്തിയോ ബ്ലേഡോ സാനിറ്റൈസ് ചെയ്ത് എടുത്ത് കമ്പുകളൊക്കെ മുറിച്ച് മാറ്റണം. കുറച്ച് നീളം വെച്ചിട്ട് വേണം മുറിച്ച് മാറ്റുവാൻ. ഗ്രാഫ്റ്റ് ചെയ്യേണ്ട കമ്പ് 4 ഇഞ്ച് നീളത്തിൽ മുറിച്ചെടുക്കുന്ന കമ്പിൻ്റെ അടിവശം വി ആകൃതിയിൽ 2 വശത്തു നിന്നും ആപ്പ് പോലെ ചെത്തിയെടുക്കുക. കളറിലുള്ള 3 കമ്പുകൾ ഇങ്ങനെ ആപ്പ് പോലെ ചെത്തിയെടുക്കുക. ചെയ്യുന്ന പ്ലാന്റിൻ്റെ മുറിച്ചു വെച്ച ഭാഗങ്ങളുടെ മുകളിൽ നിന്നും 1 ഇഞ്ച് താഴേക്ക് നടുവിലെ കീറുക. 2ആയി പിളർന്ന ഈ കമ്പിൻ്റെ ഗ്യാപ്പിലേക്ക് വി ഷേപ്പിൽ വെട്ടിയ ഭാഗം കയറ്റി വെച്ച് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് കൊണ്ട് നല്ല ടൈറ്റായി ചേർത്ത് വെച്ച് കെട്ടുക. ചേർത്ത് വയ്ക്കുന്ന കമ്പുകൾ ഏകദേശം ഒരേ വലിപ്പമുള്ളവയായിരിക്കണം. നല്ല വെയിലുള്ള ദിവസങ്ങളിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. വർഷങ്ങൾ പ്രായമുള്ള പ്ലാന്റാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റിയത്. പ്ലാന്റുകളാണെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോവുകയില്ല. 3 കമ്പുകളിലാണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തത്. ഇവയെ തണലിലേക്ക് മാറ്റി വയ്ക്കണം. 2 ആഴ്ച കഴിയുമ്പോൾ പതുക്കെ കിളിർപ്പുകൾ വന്നു തുടങ്ങും. ഇലയ്ക്കും മുള്ളിനും ഇടയിൽ നിന്നാണ് പുതിയ തളിർപ്പുകൾ ഉണ്ടാകുന്നത്. ഇത് ഞാൻ നേരത്തെ ബഡ് ചെയ്തതാണ്. ഈ ബഡിൻ്റെ അടിയിൽ വരുന്ന കിളിർപ്പുകളെയൊക്കെ ഇങ്ങനെ ഞുള്ളിക്കളയണം. അല്ലെങ്കിലേ ബഡ് ചെയ്ത കമ്പുകളൊക്കെ വളർന്നു വരികയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ.